37 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ വീര സൈനികന് കാവുമ്പായിൽ സ്വീകരണം നൽകി. 1988 ഏപ്രിൽ 4 കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ വെച്ചാണ് രവീന്ദ്രൻ CRPF കോൺസ്റ്റബിളായി സെലക്ഷൻ ലഭിച്ചത്. അന്നത്തെ ഏറ്റവും അവസാനത്തെ ബറ്റാലിയൻ ആയ 98 ബറ്റാലിയന്റെ കീഴിൽ ജമ്മുവിൽ വെച്ച് 9 മാസത്തെ ബേസിക് ട്രെയിനിങ്ങിന് ശേഷം കോൺസ്റ്റബിൾ GD ആയി 4 വർഷം ജോലി ചെയ്തു. അതിനുശേഷം 1992 വയർലെസ് ഓപ്പറേറ്ററായി. ഇദ്ദേഹം രവീന്ദ്രൻ എന്ന CRPF കാരന്റെ സേവനം ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 30 37 വർഷവും 26 ദിവസവും പൂർത്തീകരിച്ചു. ഭാരതത്തിന്റെ ഏകദേശം എല്ലാ സംസ്ഥാനത്തും 2 കേന്ദ്രഭരണ പ്രദേശത്തും ഇദ്ദേഹം സേവനം ചെയ്തു. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒറീസ, ആസാം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര, നാഗാലാൻഡ്, മേഘാലയ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളും അതുപോലെ ലക്ഷദ്വീപ്, ഛത്തീസ്ഗഡ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇദ്ദേഹം രാജ്യത്തിനു വേണ്ടി സൈനിക സേവനം അനുഷ്ഠിച്ചു. രാജ്യത്തിന്റെ 95% പ്രദേശങ്ങളിലും സൈനിക സേവനം നടത്തിയ ഇദ്ദേഹം ഇപ്പോൾ BN ആയ 247 BN VIP സെക്യൂരിറ്റി ബാംഗ്ലൂരിൽ നിന്നും സബ് ഇൻസ്പെക്ടർ റാങ്കിൽ റിട്ടയർമെന്റ് ആയിട്ടാണ് മെയ് 2 രാവിലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അവിടെ വെച്ച് കണ്ണൂർ CRPF കൂട്ടായ്മ രവീന്ദ്രന് സ്വീകരണം നൽകി. പിന്നീട് ശ്രീകണ്ഠപുരം കാവുമ്പായിലെ വീട്ടിലേക്ക് ആനയിച്ചു. 37 വർഷം രാജ്യസേവനത്തിന് ശേഷം രണഭൂമിയിൽ നിന്ന് ജന്മഭൂമിയിലേക്ക് തിരിച്ചെത്തിയ വീരസൈനികന് കാവുമ്പായി നാടും ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ വീടായ കാവുമ്പായിൽ സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു. ഞാൻ CRPF പെൻഷനേഴ്സ് ഫോറത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. 3 ജില്ലയുടെ കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറിയാണ്. ഇപ്പോഴ് CRPFിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു സംഘടനയാണ് ഈ വാട്സപ്പ് കൂട്ടായ്മയാണ് CRPF കൂട്ടായ്മ കണ്ണൂർ എന്ന് പറയുന്നത്. അവർ ഇപ്പം പുതുതായി വരുന്ന ആൾക്കാർക്കും പുതുതായി BRSും സൂപ്പർനേഷനും വരുന്നവർക്ക് ഇത്തരത്തിലുള്ള സ്വീകരണം കൊടുക്കുന്ന സമയത്ത് അവർ ഞങ്ങളെ കൂടി അതിനകത്ത് ഭാഗഭാക്കാണ്. പെൻഷനായ ആൾക്കാരെ കൂടി ഭാഗഭാക്കാക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ് ഈ CRPF കൂട്ടായ്മ കണ്ണൂർ കൂട്ടായ്മ നടത്തുന്നത്. അപ്പോൾ ഇന്ന് ശ്രീ രവീന്ദ്രൻ്റെ സൂപ്പർനേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി അയാളെ സ്വീകരിക്കാനും അയാളുടെ വീട്ടിൽ നടത്തിയ സ്നേഹവിരുന്ന് അറ്റൻഡ് ചെയ്യാനും എനിക്ക് ഞങ്ങളുടെ കൂട്ടുകാർക്കും അവസരം തന്നതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ കണ്ണൂർ CRPF കൂട്ടായ്മയുടെ അഡ്മിൻ സുരേഷ്. ഞാൻ പയ്യന്നൂർ. നമ്മുടെ CRPF കൂട്ടായ്മ 2015 തുടങ്ങി വെച്ചത്. ഇന്ന് ഇത് ഒരു രജിസ്റ്റേർഡ് ഗ്രൂപ്പായിട്ട് പോവുകയാണ്. നമ്മുടെ കൂട്ടായ്മയുടെ പ്രൈം ഒരു ഡ്യൂട്ടി പറഞ്ഞാൽ പെൻഷൻ വരുന്നവരെ സ്വീകരിക്കുക എന്നതാണ്. കാരണം ഇതിനു മുമ്പേ CRPFിൽ നിന്നും ആർമിയിൽ നിന്ന് എവിടെ നിന്ന് വന്നാലും അവരൊക്കെ ഒരു സൂട്ട്കേസ് പിടിച്ച് വീട്ടിൽ പോകുമായിരുന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനെ ഇത്രയും സേവിച്ചിട്ട് വരുന്ന ഒരു ജവാന് നമുക്ക് അവർക്കൊരു സ്വീകരണം കൊടുക്കണം, നമ്മുടെ മണ്ണിൻ്റെ സ്വീകരണം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് 2019-20 മുതൽ തുടങ്ങി വെച്ചതാണ്. ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നു. 34 ശ്രീ സുരേന്ദ്രൻ K എന്നൊരു വ്യക്തിയും നമ്മുടെ CRPFിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രോഗ്രാമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ട്, ഉപസ്ഥിതനാണ്. സുരേന്ദ്രൻ സാറ് ഇവിടെ ഉണ്ട്. സുരേന്ദ്രൻ സാർ പ്ലീസ്. ഇവിടെ ഉണ്ട് അല്ലേ? നമുക്ക് ഒരു പോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ടിനും കാണിക്കണം. അപ്പോൾ ഇന്ന് രവീന്ദ്രൻ സാറിന്റെ വീട്ടിൽ ഇത്രയും നല്ലൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ പറ്റിയത് ഭയങ്കര എന്താ പറയേണ്ടത്, നല്ലൊരു സന്തോഷമാണ്. നമുക്ക് കണ്ണൂർ CRPF കൂട്ടായ്മയ്ക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഇതുപോലെ ഇവർ ഇത്രയും നല്ലൊരു സൗകര്യം ഇവിടെ ഒരുക്കിയതിലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സാറിൻ്റെ ഈ വിരുന്നിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. വളരെ സന്തോഷം. സാറിനെ പറ്റി നേരത്തെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനം നമുക്ക് കിട്ടാൻ പറ്റില്ല. അപ്പോൾ ഈ വിരുന്നിലും ഈ കണ്ണൂരുടെ ഈ സന്ധ്യയിൽ ഈ പങ്കെടുക്കാൻ പറ്റില്ല. വളരെ സന്തോഷമുണ്ട്. കണ്ണൂർ CRPF കൂട്ടായ്മയുടെ സാരഥികൾ, പെൻഷൻ ഫോറത്തിൻ്റെ സാരഥികൾ, എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ എൻ്റെ അഴീക്കോട് ഹൈസ്കൂളിലെ 1950 പഠിച്ച സഹപ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രവീന്ദ്രൻ SIRO. CRPFിൽ നിന്നും 37 വർഷത്തെ സർവീസിന് ശേഷം ഇന്ന് ഞാൻ വിരമിച്ച് എൻ്റെ നാട്ടിലെത്തിയിരിക്കുകയാണ്. എൻ്റെ നാട്ടിൽ എത്തിയ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ എനിക്ക് അവരുടെ സാന്നിധ്യത്തിൽ ഗംഭീരമായ ഒരു സ്വീകരണമാണ് നൽകിയത്. അതിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതിനുശേഷം അവരെല്ലാവരും എന്നെ വീട്ടിലേക്ക് വന്ന് എന്നെ സൽക്കരിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ ഒരു ആർഭാടപൂർണമായ ഒരു സ്നേഹവിരുന്നും ഇവിടെ നടത്തുകയുണ്ടായി.
ഞാൻ ഇനി CRPF 37 വർഷം, അതായത് 1988 ഏപ്രിൽ 1 ഞാൻ CRPF ജോയിൻ ചെയ്തു. അതിനുശേഷം ഇന്ത്യയുടെ പല ഭാഗം ഡ്യൂട്ടി ചെയ്തുകൊണ്ട്, അതായത് അരുണാചൽ പ്രദേശ് മുതൽ ഗാന്ധിനഗർ വരെ, അതുപോലെ കാശ്മീർ തൊട്ട് കവറത്തി വരെ ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ഭാരതത്തിന്റെ ഏകത, ഐക്യം, അഖണ്ഡത എന്നിവയൊക്കെ എനിക്ക് CRPF ചേർന്നതിന് ശേഷമാണ് മനസ്സിലായത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു സവിശേഷത എനിക്ക് കാണാൻ പറ്റിയത് CRPF പോയതിനു ശേഷം മാത്രമാണ്. CRPF എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, പോലീസ് ഓർഗനൈസേഷൻ, ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ഓർഗനൈസേഷനാണ്, പാരാമിലിറ്ററി ഓർഗനൈസേഷൻ. അതിൽ തന്നെ നമ്മുടെ 247 ബറ്റാലിയൻ ഇപ്പോൾ CRPF-നുണ്ട്. അതിന് പുറമെ ഒട്ടനവധി DIG ഓഫീസ്, IG ഓഫീസ്, ട്രെയിനിങ് സെന്റേഴ്സ്, സിഗ്നൽ സെന്റർ, അങ്ങനെ ഒട്ടനവധി കുറേ യൂണിറ്റുകളുള്ള ഒരു വലിയൊരു സമുച്ചയമാണ് നമ്മുടെ CRPF. ആ CRPF ഡ്യൂട്ടി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ ഞാൻ ഫോഴ്സിനോടും അതുപോലെ ദൈവത്തോടും നന്ദി പറയുകയാണ്. ഇപ്പോൾ ആര് വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും, നീ 37 വർഷം എന്ത് ചെയ്തു എന്ന്. ആ 37 വർഷം ഞാൻ രാജ്യത്തിന് വേണ്ടി, എൻ്റെ യുവത്വം മൊത്തം ഞാൻ രാജ്യത്തിന് വേണ്ടിയും എൻ്റെ ഫോഴ്സിന് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അതാണ് ഏറ്റവും വലിയ സേവനം. കൂടാതെ ഇപ്പോൾ CRPF എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും വളരെ സുദർഘമായ സേവനം നയിക്കുന്ന ഒരു ഫോഴ്സാണ്. അത് ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ആയാലും ശരി, സ്റ്റേറ്റ് ഇലക്ഷൻ ഡ്യൂട്ടി ആയാലും ശരി, CI ഓപ്സ് ആയാലും ശരി, ആന്റി നക്സൽ ഡ്യൂട്ടി ആയാലും ശരി, നാർക്കോട്ടിക്സ് ബ്യൂറോ അഗേൻസ്റ്റ് നാർക്കോട്ടിക് ബ്യൂറോ ഡ്യൂട്ടി ആയാലും ശരി, അതുപോലെ തന്നെ NDA, NIA, ED അതുപോലെയുള്ള അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഫോഴ്സ്. അതിന് പുറമെ ഇന്ത്യയിലുള്ള മൊത്തം VIPs, പ്രൈം മിനിസ്റ്റർ ഒഴികെയുള്ള VIPസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന VIP സെക്യൂരിറ്റി വിങ്ങിൽ നിന്നാണ് ഞാൻ അവസാനം ട്രാൻസ്ഫറായി, അതും ബാംഗ്ലൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയി നാട്ടിലെത്തിയിട്ടുള്ളത്. ഈ നാട്ടിൽ എനിക്ക് തന്ന സ്വീകരണത്തോടും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരോടും ഈ നാട്ടിലുള്ള ബന്ധുക്കളോടും അതുപോലെ തന്നെ CRPF കൂട്ടായ്മയോടും ഞാൻ അഗാധമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.